ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. നമുക്കിവിടെ വൈഫൈ കണക്ഷന് ഇടയ്ക്ക് ഇങ്ങനെ കട്ടാകും വരും. പിന്നെ ഇന്നലെ ഒന്നും തീരെ കിട്ടിയിട്ടുമില്ല. ഇനി അത് നമ്മൾ പൈസ അടക്കണ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതാണ് കട്ടായിപ്പോയത്. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഓർമ്മ നമുക്ക് ഇല്ലേനും. പിന്നെ ഇങ്ങനെ ആലോചിച്ചത് ഇന്ന ഡേറ്റിനാണല്ലോ പൈസ അടക്കൽ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ശരിയാക്കിട്ടോ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണ് അമർത്തിയാലേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടേനി. അപ്പം അതേപോലെ എണീക്കണ ടൈമിൽ തന്നെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് വെച്ചു. രണ്ടാമത് ബാക്കിയുള്ള അരിയും 2 കയ്യിൽ ചോറും കൂട്ടിക്കാണ്ട് നല്ലോണം അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ കൂട്ടിക്കാണ്ട് നല്ലോണം അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഞാൻ പച്ചവെള്ളം ഒഴിച്ചുകാണ്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ, കൂടുതലായിട്ട് ഒഴിക്കണില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കണ വിധത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലരിതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഞാൻ ഓട്ടട ഉണ്ടാക്കുമ്പം അതൊന്നും ഉപയോഗിക്കലില്ല. കാരണം നമ്മൾ പൊതുവേ എണ്ണയിൽ ഉണ്ടാക്കിക്കാണ്ടാണല്ലോ അധികവും അപ്പാണെങ്കിലും ദോശയാണെങ്കിലും എണ്ണയിൽ ആണല്ലോ ചുട്ടെടുക്കൽ. ഇടയ്ക്കൊക്കെ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാമല്ലേ. ചിലർ മുട്ട ചേർക്കും. മുട്ട ചേർക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് തേങ്ങ ഇടുന്ന ദിവസമാണ് കേട്ടോ. നമ്മൾ 2.5 മാസമൊക്കെ കൂടുമ്പോഴാണ് തേങ്ങ ഇടൽ. വറകൊക്കെ ഉണ്ടാക്കിയ സ്ഥലമല്ലേ, അവിടെ ഇട്ടോ തേങ്ങ ഇടുന്നത്. അപ്പോൾ പണിക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 അടുപ്പും കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരടുപ്പിൽ ചോറും വെക്കുന്നുണ്ട്, ഒരടുപ്പിൽ ഓട്ടടയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടട ആകുമ്പോൾ കുറച്ച് അധികം സമയം വേണമല്ലോ. അപ്പോൾ അത് കഴിയാൻ നിന്നാൽ ടൈം പിന്നെ കിട്ടൂല, ചോറ് വേവാൻ സമയം എടുക്കും. അപ്പോൾ 2 അടുപ്പും കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടടയ്ക്കുള്ള കറി ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയറാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി രാത്രി. തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചെങ്ങാണ്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. അധികവും തേങ്ങ അരക്കാതെയാണ് ഇപ്പോൾ രാവിലെ അങ്ങനെ ഉണ്ടാക്കൽ. ചില സമയത്തെ തേങ്ങ അരക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരമുറി തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് വേവിക്കാൻ വെക്കാം. 2 വിസിലടിച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്ത ഓട്ടട വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ചട്ടിയിൽ നിന്ന് എടുക്കാം. ചില സമയത്ത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ പൊന്തിയും വന്നിട്ടുണ്ട് കേട്ടോ മാവ്.
വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചപ്പോൾ തന്നെ ചെറുപയറല്ലേ പെട്ടെന്നുണ്ടല്ലോ വേവാൻ. അപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കണുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ചിക്കൻ മസാലൻ്റെ പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണേക്കൊക്കെ ഇങ്ങനെ ചെറുപയർ കറിക്കൊക്കെ ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു മുറി തേങ്ങ ഉണ്ടേനി. അപ്പോൾ അതെടുത്തുങ്ങാണ്ട് ചിരകി വെച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുങ്ങാണ്ട് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പിഴിയാതെയും ഞാൻ കറി വെക്കലുണ്ട് കേട്ടോ. ചെറുപയറും പിന്നെ പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടുങ്ങാണ്ട് അങ്ങനെയും കറി വെക്കും കേട്ടോ. അങ്ങനെയും രസമാണ്. നമ്മളെ അരിയൊക്കെ അരച്ചുങ്ങാണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമല്ലോ രാവിലെ, ആ അപ്പത്തേക്ക് അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിക്കുകയാണ്. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോറൊക്കെ ആക്കി കൊടുക്കണം. ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചോറൊക്കെ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് പറമ്പക്ക് പോകാൻ കേട്ടോ. ഓല് പോകാൻ നിൽക്കണില്ല. ബസ് വരുമ്പോൾ അങ്ങനെ കയറിപ്പോയിക്കോളും. അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങേറ്റൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങേറ്റ് ഇങ്ങനെ പൊരിക്കണില്ലാറപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഒരു മുട്ട പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കുള്ള അതൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ അവരങ്ങനെ കയറിപ്പോയിക്കോളും. പിന്നെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ നോക്കിക്കോളും. അപ്പോൾ ഞാനിതാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കറിയും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അതിന് ആക്കം പോലെ അങ്ങനെ അമ്മ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളം എടുത്തുങ്ങാണ്ട് പോവുകയാണ്, പറമ്പ് പോവുകയാണ്. അപ്പോൾ ഓൽക്കുള്ള ഓൾക്ക് പിന്നെ കഞ്ഞിയൊന്നും വേണ്ട. ഇന്നിപ്പോൾ പൊറാട്ട മതി പറഞ്ഞു രണ്ടാൾക്കും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പം കടയിൽ പോയിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടിരണം. മുനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ട്രിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. വിറകുണ്ടാക്കിയിട്ടന്ന് അന്ന് കൊണ്ടുവന്നാൽ രാത്രി തന്നെ വെള്ളം വന്നുകാണ്ട് പാല് മൊലിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ലേനി ഞാൻ. അപ്പോൾ അതാ പിന്നെ അവിടെ കുറേ ആളൊക്കെ കുടിങ്ങാണ്ട് പാലൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അക്കരക്ക് കിടക്കാനും സുഖമാണ്. അപ്പോൾ എന്നും പണിക്ക് വിളിക്കണ ആളെ തന്നെയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ഒന്ന് ഇട്ടത് ഇങ്ങനെ ഒന്ന് കൂട്ടിങ്ങാണ്ട് ചാകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മൂപ്പര് ഒന്ന് പിടിച്ചു കൊടുത്താലും മതി. മൂപ്പരത് ആ അക്കരക്ക് കൊണ്ടിട്ടോളും. മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചാറും ചെയ്യണുണ്ട്. എന്നാൽ കൂടുതലായിട്ട് പെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പെയ്യോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. എന്താകും എന്നുള്ളത്. തേങ്ങ ഇടുന്നതും പൊറുക്കലൊക്കെ മഴ പെയ്താൽ ബുദ്ധിമുട്ടാണല്ലോ. കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഓലും ഉണ്ടാവും കേട്ടോ കൂട്ടിന്. അതിപ്പോൾ ഞാൻ ഒറ്റക്ക് ഉള്ളൂ. ഒറ്റക്കല്ല, എന്നാലും വിറക് ഉണ്ടാക്കണോലുണ്ട് അവിടെ. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇഷ്ടംപോലെ വിറകുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടിയവർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ വിറകുണ്ടാക്കണ ഒരു താത്തയും ഒരു കാക്കിയുണ്ട് കേട്ടോ അവിടെ. നമുക്ക് പേടിക്കാനൊന്നുമില്ല, കൂട്ടിന് പോലുണ്ടല്ലോ.
പിന്നെ ഞാനൊരു സമയം 10 മണിയൊക്കെ ആയപ്പം കടയിൽ പോയി പൊറാട്ടയും ഒക്കെ കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് അപ്പം ഒരു കൂന് കണ്ടത് കേട്ടോ. നല്ലൊരു മാങ്കൂന് കേട്ടോ. അത് കണ്ട് അപ്പോൾ ഞാനത് പറിച്ച് കണ്ട് ഞാൻ പണിക്കാരന് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മൂപ്പർക്കും ഒരു ഇത്തിരി കിട്ടിയിട്ടുണ്ട്. അതും കൂട്ടിക്കാണ്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടി പറഞ്ഞ് എനിക്ക് കുറച്ച് തന്നുവിട്ടതാ. മൂപ്പർക്ക് കിട്ടിയതാണിത്. എല്ലാ വർഷവും ഇവിടെ ഈ പറമ്പിൽ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന് നോക്കാത്തതുകൊണ്ടേ ആരെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുപോകും. ഇത് പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെയാണ് കിട്ടിയതാണ്. നല്ല കൂനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല വെള്ള കൂന്, അധികം മണ്ണൊന്നും ആയിട്ടില്ല. ഒരു നേരത്തിന് കറി വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരഞ്ഞിങ്ങനെ നടക്കണം. തിരഞ്ഞ് നടന്നാലൊക്കെ കിട്ടും. പിന്നെ നമ്മളത് ചെയ്യൂല, അതാണ് ഒന്നാമത്. പിന്നെ രാവിലെയൊക്കെ വരണം. ഒരു വെളുപ്പിനൊക്കെ നമ്മൾ നേരം വെളുക്കുന്നതിൻ്റെ മുന്നൊക്കെ ഓരോരുത്തർ കൂന് പറിച്ച് പോണത് ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കുന്നല്ലാതെ നമ്മളെ കൊണ്ട് പിന്നെ രാവിലെ തന്നെ ഒന്നും പറമ്പൊക്കും തൊടു കൂടെ ഒന്നും നടക്കാൻ കഴിയൂലല്ലോ ഒരാളില്ലാതെ. നമ്മൾ വരുമ്പോഴത്തിന് പറിക്കണ്ടോലൊക്കെ പറിച്ച് പോയിട്ടുണ്ടാവും. സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ 30 അക്കരക്ക് എല്ലാം ഏറ്റിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വണ്ടി വിളിക്കണം. വണ്ടി വിളിച്ചിട്ട് തേങ്ങയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടണം. വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പൊളിച്ചുങ്ങാണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാൽ ചിലപ്പോഴേ ആരുമില്ലാത്തൊരു സ്ഥലമാണല്ലോ. പിന്നെ വണ്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണോലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിശ്വസിച്ചുകാണ്ട് അവിടെ വെച്ച് പോകാനും പറ്റൂല. അപ്പോൾ വണ്ടിക്ക് കാത്തിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് പിന്നെ ഓലങ്ങനെ വെച്ചെടുത്തോളും. ഞാൻ പിന്നെ പാത്രവും ചായയൊക്കെ കൊണ്ടുവന്ന പാത്രമുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ തേങ്ങ പൊളിക്കാൻ നാളെ ഉള്ള ഇക്കാരം പിറ്റേന്നായിരിക്കും വരിക. അപ്പോൾ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി പിറ്റേന്ന് രാവിലെയാണ് തേങ്ങ പൊളിക്കുന്ന ആൾക്കാർ വരിക. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. അവന് ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇതിനുമ്മ മീൻ പൊരിക്കലും പിന്നെ പയറുപ്പേരിയും പപ്പടവും പിന്നെ നമ്മളെ കറൂത്തല്ലേ അതായിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ അല്ലേന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. എന്ത് കമൻറ്റ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.